ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും എൻജോയ് ചെയ്ത് ഒരു മുഴുനീള 16 മിനിറ്റ് 17 മിനിറ്റ് പിടിച്ചിരുത്തിയ ഒരു വീഡിയോ പേഴ്സണലി എനിക്ക് ഉണ്ടായിട്ടില്ല. അതായിരുന്നു ഇപ്പോൾ ഈയിടക്ക് സംഭവിച്ച പ്രോമിനൻറ്റ് ആൻഡ് ഹൈലി പോളറൈസിങ് യൂട്യൂബ് റിവ്യൂർ അശ്വിൻ ഗോക്കിൻ്റെ ആ ഒരു റിയാക്ടിങ് സെഗ്മെൻറ്റ് ടു ക്യാഷ് വാങ്ങിച്ച റിവ്യൂ ചെയ്യൽ അലിഗേഷൻ. ഈ അശ്വിൻ ഗോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഹോണസ്റ്റ് റിവ്യൂർ ആണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം കഴിഞ്ഞ ഇടക്കാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്, ഓരോ പടം കണ്ടു കഴിയുമ്പോഴും ഞാൻ കോക്കിൻ്റെ റിവ്യൂ എടുത്ത് നോക്കുമ്പോഴേക്കും ടോട്ടലി കോൺട്രാസ്റ്റിംഗ്, രണ്ടും രണ്ട് വഴിക്കാണ്. പുള്ളി പറയുന്നതും പടത്തിൻ്റെ ആ ഒരു സീക്വൻസ് തമ്മിലുള്ള ഒരു ബന്ധവും തോന്നിയിട്ടില്ല. പണ്ടൊക്കെ പടം റിലീസ് ആവുന്ന ദിവസം തന്നെ വളരെ ജിജ്ഞാസയോടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക റിവ്യൂ സംഭവം കണ്ടിരുന്ന ഒരു പരിപാടി ഞാനങ്ങനെ പാടെ അങ്ങ് നിർത്തി വെക്കരുത്. കാരണം ഏറ്റവും ഫോർ ഇൻസ്റ്റൻസ് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് കഴിഞ്ഞ 2025 റിലീസ് ചെയ്ത ഒരു ധീരൻ എന്ന് പറഞ്ഞ പടം. ഞാനത് കഴിഞ്ഞ ഇടക്കാണ് യൂട്യൂബിൽ വന്നപ്പോൾ കണ്ടത്. പക്ഷേ ആ പടം കണ്ടു കഴിഞ്ഞ് ഞാൻ നേരെ കോക്കിൻ്റെ റിവ്യൂ എടുത്ത് നോക്കിയപ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ്. പുള്ളി ഭയങ്കര ഫാസ്റ്റ് മൂവിങ് അല്ലെങ്കിൽ അത്രയും പടപടപടയെ നടക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച ഒരു പടം ഐ വാച്ച്ഡ് ഇൻ റിയൽ. ഭയങ്കര ഒരു സ്ലോ പേസ്ഡ് പടമായിട്ടാണ് എനിക്ക് തോന്നി. പിന്നെ ഓണസ്റ്റ്ലി ഇതൊന്നും ഒരു ലിറ്ററലി റിവ്യൂ അല്ലല്ലോ, കാരണം ഇതൊക്കെ ഒരു ഒപ്പീനിയൻ അല്ലേ. ഫിലിം ക്രിറ്റിക്സ് അല്ലെങ്കിൽ ഒരു സിനിമയെ പറ്റി നിരൂപണം നടത്തുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച് നിരൂപണം നടത്തുന്നത്, അതായിരിക്കണം സോ കോൾഡ് റിവ്യൂയിങ് എന്ന് പറയുന്നത്. ടു മീ അല്ലാതെ ഇതുപോലെയുള്ള സം റാൻഡം ഗൈ കമ്മിങ് ആൻഡ് മിമിക്കിങ് സം വൺ ലീനിങ് ലൈക്ക് ഹെവിലി ഓൺ ഹൈപ്പർ സർക്കാസ്റ്റിക് പെർഫോമൻസ് ആർട്ട്, അതൊക്കെ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇറ്റ്സ് ഓൾ ജസ്റ്റ് ഫാമിങ് ക്ലിക്സ്. പിന്നെ ഇത്തരത്തിലുള്ള റോസ്റ്റ് റിവ്യൂസ് ദേ ഗ്രോ ഇൻ ടാൻഡം വിത്ത് ദിസ് കൈൻഡ് ഓഫ് ട്രാഷ് സിനിമ. ഒരുപാട് ചവറ് പടം ഇറങ്ങുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വളർച്ചയും കൂടുതലായിരിക്കും. അതൊക്കെ ടു മൈ അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെ ഒരു പാരലൽ വേൾഡാണ്. അതൊന്നും ഒരു മെയിൻ സ്ട്രീം മീഡിയ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം വേൾഡ് അല്ല. പക്ഷേ സ്റ്റിൽ ഈവൻ കീപ്പിംഗ് ഓൾ ദിസ് അസൈഡ്, അശ്വിൻ ഗോക്കിൻ്റെ ആ ഒരു വീഡിയോ കണ്ടതാ ശരിക്കും രോമാഞ്ചം വന്നു, എസ്പെഷ്യലി ഈ ഒരു സെഗ്മെൻറ്റ് കേട്ടപ്പോൾ. ഇന്ന് വരെ ഞാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എടാ നിൻ്റെ പരട്ട സിനിമയിലെടാ എന്താ അട്ടാസം, എടാ ധ്യാനെ പോലെ കാണണം, നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചാൽ നീ പറ്റില്ല. ബിക്കോസ് ധ്യാൻ ഈസ് ദ സൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ശ്രീനിവാസൻ സാർ. മനസ്സിലായോ? വലിയ വ്യത്യാസമുണ്ട് മോനെ. എടാ മാധവേ പട്ടി, ഞാൻ പറയുന്നേ $1 എന്ന് പറഞ്ഞാൽ 95 റുപ്പീസാണ് INR. മനസ്സിലായോ? ഇന്ത്യൻ റുപ്പീസ് INR. അണ്ണൻ രണ്ടെണ്ണം അടിച്ച് പിമ്പിരിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും. കാരണം ഇടക്കിടക്കുള്ള കുറേ ഭാവവ്യത്യാസങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അണ്ണൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ എന്നെ പണി വെച്ചിരിക്കും സാർ. കാരണം ആ ഒരു അന്യൻ ടു അമ്പി ടു അന്യൻ ട്രാൻസിഷൻ അത് തോറ്റു ഈ ഒരു വീഡിയോൻ്റെ മുമ്പിൽ. ഐ ബിലീവ് അശ്വിൻ ഗോക്കിൻ്റെ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള പേഴ്സണലി സ്പീക്കിംഗ് ഒരു കോണ്ടൻറ്റ് ഫോർ എവർ ഇതായിരിക്കും. എനിവേസ് ഇത്തരത്തിലുള്ള പൈസ ബാക്ക്ഡ് റിവ്യൂയിങ് ഞാൻ വിചാരിക്കുന്നത് വുഡ് നോട്ട് വർക്ക് ഫോർ എ ലോങ് ടൈം, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ബേസിസിൽ അത് ഉണ്ടാവില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ. കാരണം ഇതൊക്കെ ഒരു സെൽഫ് കറക്റ്റിംഗ് എക്കോസിസ്റ്റമാണ്. ഇപ്പോൾ പുള്ളി തെറ്റായ റിവ്യൂ പറയുമ്പോൾ അതേ വീഡിയോൻ്റെ താഴെ പുള്ളീനെ കറക്റ്റ് ചെയ്യും വിധം ഒട്ടനവധി ആൾക്കാർ തിരിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട്. സോ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. തെറ്റ് വിളിച്ച് പറയുന്നു, ആ തെറ്റിനെ തിരുത്തുന്നത്, ഇതെല്ലാം സംഭവിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു എക്കോസിസ്റ്റത്തിൽ തന്നെയാണ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് എ വെരി സെൽഫ് കറക്റ്റിംഗ് വൺ.